തിരുവല്ലയിലെ വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തിരുവല്ല ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നു. അതേസമയം CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലെ സമ്മേളനത്തിലും മത്സരം നടന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റിയൊക്കെ പൂർത്തിയായോ? ഈ തിരുവല്ലയിലെ സമ്മേളനങ്ങളെ സംബന്ധിച്ച് എന്താണ് ഈ മുതിർന്ന നേതാക്കളുടെ യോഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ? ഗോകുൽ, അല്പസമയം മുൻപാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഏതാണ്ട് പൂർത്തിയായത്. ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ ഫോർമുലയുടെ ഒരു പ്രത്യേക വിശദാംശങ്ങൾ അല്പസമയത്തിനകം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ഉടൻ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും ഏതാണ്ട് 1.5 മണിക്കൂറായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തുടരുകയായിരുന്നു. അവരെ മുകളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ അവരോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയ ആ ഒരു ഫോർമുല ഏരിയ കമ്മിറ്റി അംഗങ്ങളോട് വിശദീകരിക്കും. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ, നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ടൗൺ നോർത്ത്, തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊച്ചുമോൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും തന്നെ ഉണ്ട്. ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ കൂടി ഈ യോഗത്തിലേക്ക് വിളിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നിട്ട് കൃത്യമായ രീതിയിൽ ഇതാണ് പാർട്ടി തീരുമാനമെന്ന് അറിയിക്കുമെന്ന് മാത്രമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു സമവായ ചർച്ച എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ പരിഹരിക്കണം. അത് സമ്മേളനം നടത്തി. ഇനിയിപ്പോൾ സമ്മേളനത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കാനില്ല. ആ സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. ആ തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, അത് മറ്റൊരു സ്ഥലത്ത് വെച്ച് ആ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുക എന്നൊരു ഫോർമുലയായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അത് അംഗീകരിച്ചില്ല എങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനല്ലോ, തിരുവല്ല നോർത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുക. എന്നിട്ട് 11-ന് ശേഷം 11-നാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. തിരുവല്ല നോർത്ത് ലോക്കൽ സമ്മേളനം നടക്കാത്തതിനാൽ ഏരിയ സമ്മേളനം എങ്ങനെ നടത്തുമെന്നൊരു ആശങ്ക നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുക എന്നൊരു മറ്റൊരു ഫോർമുല കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരു അഡ്ഹോക് കമ്മിറ്റിയായി മാറും. അതിനുശേഷം അവിടെ നിന്ന് ഏതാണ്ട് ചെറിയ പ്രതിനിധികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഏരിയ സമ്മേളനം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് സമ്മേളന പ്രതിനിധികളൊന്നും തന്നെ ഉണ്ടാകില്ല ഏരിയ സമ്മേളനത്തിലേക്ക്. എന്തായാലും കർശനമായ നടപടി ഉണ്ടാകും. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൽ വലിയ അതൃപ്തി ഈ ഒരു ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. MV ഗോവിന്ദനുണ്ട്. ഈ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ പീഡനക്കേസ് പ്രതിയായിരുന്ന CC സജിമോനെ തിരിച്ചെടുത്തുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പാർട്ടിയിലെ വിഭാഗീയതയുമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ കുറിച്ച് മാത്രം ഏതാണ്ട് 1.5 പേജോളമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. മറുവിഭാഗം എതിർത്ത് ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് കേവലം ഇത് മാത്രമാണോ അവിടുത്തെ സംഘടനാ പ്രശ്നം, CC സജിമോനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണോ സംഘടനാ പ്രശ്നം, തിരുവല്ലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലേ? അവിടെ കൃത്യമായ രീതിയിൽ കൊച്ചു പ്രകാശ് ബാബു എന്നൊരു ഏരിയ കമ്മിറ്റി അംഗം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. അത് പണമിടപാടുമായി സംബന്ധിച്ച ആരോപണങ്ങളെ, അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചാണ് പുറത്താക്കിയത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ എഴുതി ചേർക്കാതെ ഏതായാലും MV ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുകയാണ്. ശേഷം തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ വിളിപ്പിക്കും. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അറിയിക്കും. അത് അംഗീകരിക്കുമോ അതല്ല സംഘടനാ നടപടിയിലേക്ക് CPM പോകുമോ എന്നതാണ് അറിയേണ്ടത്.